അത് പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ ഉണ്ട്, ഒരു രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വ്യക്തികളെ അനുസരിച്ചല്ലാതെ പാർട്ടി അനുസരിച്ചല്ലാതെ വ്യക്തികളനുസരിച്ച് വോട്ട് ചെയ്യാന്നുള്ളതില്ല. ഒരു എം പിക്ക് നാടിന് എങ്ങനെയാണ് നല്ലത് ചെയ്യാൻ കഴിയുക? എം പിയുടെ ശരിക്കും പണി എന്താണ്? ലോക്സഭയിൽ പോയിട്ട് ഡിബേറ്റ് ചെയ്യുക, അവിടെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം ഈ റോഡ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, അതൊക്കെയാണ് എം പി ചെയ്യുന്നത്. എന്താ പേര്? അശ്വിൻ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എം പി കന്നി വോട്ടല്ലല്ലോ? അല്ലല്ല, വോട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ ഇവിടെ? അത് പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ ഉണ്ട്, ഒരു രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വ്യക്തികളെ അനുസരിച്ചല്ലാതെ പാർട്ടി അനുസരിച്ചല്ലാതെ വ്യക്തികളനുസരിച്ച് വോട്ട് ചെയ്യാന്നുള്ളതില്ല. അതല്ല, ഇപ്പൊ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ഗുണം, ക്യാരക്ടർ, അതാണോ ലോക്സഭയിൽ പ്രതിഫലിക്കേണ്ടത്? അല്ല, അതല്ല. നമ്മുടെ നാടിന് എന്താണ് നല്ലത് അതല്ലേ നമുക്ക് വേണ്ടത്. അത് നോക്കിയിട്ടാണ്. ഒരു എം പിക്ക് നാടിന് എങ്ങനെയാണ് നല്ലത് ചെയ്യാൻ കഴിയുക? എം പിയുടെ ശരിക്കും പണി എന്താണ്? ലോക്സഭയിൽ പോയിട്ട് ഡിബേറ്റ് ചെയ്യുക, അവിടെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം ഈ റോഡ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, അതൊക്കെയാണ് എം പി ചെയ്യുന്നത്. അല്ല, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പൊ ഒരു നമ്മുടെ പഞ്ചായത്ത് വാർഡിൽ മെമ്പർ ചെയ്യേണ്ടത് റോഡ് ടാർ ചെയ്യുക, അല്ലെങ്കിൽ എം എൽ എ അവിടെ ഒരു പാലം പണിയിക്കുക, അതിനപ്പുറം എം പി ചെയ്യേണ്ട പണിയാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ എം പിയുടെ പണി എന്തായിരിക്കും? വികസനങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി ഫണ്ട് കൊണ്ടുവരും, അതാണ് വികസനം. അല്ല, എന്താ ഉദ്ദേശിക്കുന്നത് പറയാം? ടോട്ടലി എല്ലാ മതത്തിലും കൂടെ. പിന്നെ ഈ വടകര മണ്ഡലത്തിൽ വെച്ചാൽ പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, അക്രമ രാഷ്ട്രീയത്തിനെതിരെ വലിയ ക്യാമ്പയിൻ നടന്ന സ്ഥലമാണ്. ഈ RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പാനൂരിൽ ബോംബ് കൂട്ടിയ ഒരാൾ മരിച്ചത്. അതേക്കുറിച്ചൊക്കെ എന്താ ഒരു ഇവിടെ TP-യിലൊക്കെ ഇവിടെ വള്ളിക്കാട് ആ ഭാഗത്തേക്കാണ് നടന്നത്. അപ്പോൾ അക്രമ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അല്ല, അതിനെ എതിർക്കുകയാണ് അത് ആവശ്യം. അല്ല, അക്രമങ്ങളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയ ഭ്രാന്തല്ല, രാഷ്ട്രീയ ബോധം ഉണ്ടാവണമല്ലോ. ഓക്കെ. ഈ യങ് ജനറേഷൻ, പുതിയ തലമുറയോട് ഈ രാഷ്ട്രീയക്കാർ, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ ഒരു തരത്തിലുള്ള അകൽച്ച പാലിക്കുന്നുണ്ട്. അവരുടെ ഒരു വൈബ് മനസ്സിലാക്കുന്നതാണെന്ന് തോന്നുന്നു. ഇല്ല. ഇപ്പോൾ കലാലയങ്ങളിലാണെങ്കിലും പലതരം പാർട്ടികൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒത്തുപോകുന്നുണ്ട്. ന്യൂ ജനറേഷൻ പാർട്ടിയായിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു? ഇല്ല, സജീവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു.